ഹലോ, ഇന്നും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇച്ചിരി നേരത്തെ എണീച്ചു. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും 9 മണി 9:30 ആകുമ്പോഴാണല്ലോ പോകുന്നത്. പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെയാണ് പോകുന്നത്. ഒരു 8 മണി 7:30 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നേരെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് വേഗം പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൺമഷി അങ്ങനെ എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം എഴുതി. പൊതുവെ ഈ സമയങ്ങളിൽ എണീക്കാത്ത കാരണം കണ്ണൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അത് മറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺമഷി ഇങ്ങനെ ചാർത്തി കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വാലിട്ട് കണ്ണെഴുതാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഐലൈനർ എടുക്കുന്നുണ്ട്. ഐലൈനറൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി. അതങ്ങനെ ഇരിക്കുകയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. കുറച്ചിങ്ങനെ കണ്ണിലങ്ങ് കൺമഷി ഞാൻ എപ്പോൾ എഴുതിയാലും വേഗം തന്നെ അത് പരന്നു കൊടുക്കും. എന്നാലും കുഴപ്പമില്ല, അതങ്ങോട്ട് എഴുതി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിരികം കൺപീലി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സാധനം വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമ്മ അമ്മായിയമ്മ എന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുറച്ച് ശബ്ദശകലങ്ങളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സാരമില്ല അല്ലേ. ഇങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അതൊക്കെ വെച്ച് നമ്മൾ മാക്സിമം അരിഞ്ഞുണങ്ങി പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ക്യാമറയിലേക്ക് നോക്കുന്നതാണ്, അല്ലാണ്ട് നിങ്ങളെ കൊഞ്ചലും കുത്തുന്നതോ ഉപദ്രവിക്കുന്നതോ ശല്യം ചെയ്യുന്നതോ ഒന്നുമല്ല. നമ്മുടെ വാഷ് ബേസിൻ്റെ മുകളിലാണ് കണ്ണാടി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ തമ്മിലുണ്ട്, അതായത് ഞാനും കണ്ണാടിയും തമ്മിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട്ടിൽ കുറുക്കൻ എത്തി നോക്കും പോലെ എത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൗന്ദര്യമുള്ള നമ്മളുടെ ചുണ്ടുകളെ, യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ കളറുള്ള ചുണ്ടുകളെ നമ്മൾ കുറച്ചും കൂടി ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് കളറൊക്കെ സെറ്റ് ചെയ്ത് കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായി അവസാനം മഴത്തുള്ളിക്കിലുക്കത്തിൽ നമ്മുടെ കൊച്ചിൻ അനീഫ കുതിരേനെ ഉമ്മവെച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയണത്. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് എല്ലായിടത്തും ആയെങ്കിലും വെറുതെ ചുണ്ടൊക്കെ ഒന്ന് തിരുമ്മി പിന്നെ സൈഡിലൊക്കെ അവിടെ ഇവിടെ ആയതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതേ പിന്നെയും വന്നേക്കാണ് കണ്ണാടിയിൽ ഉമ്മ വയ്ക്കാനായിട്ട്. മനുഷ്യനാണെങ്കിൽ വെട്ടി വേർക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ ലിപ്സ്റ്റിക്ക് പരക്കുന്നു, ഐലൈനർ പരക്കുന്നു, ലിപ്സ്റ്റിക്ക് പരക്കുന്നു. പരന്നത് മാച്ച് ആദ്യമുള്ളതും കൂടി മാച്ച് പോയെന്ന് മനസ്സ് വെറുതെ പറയാണ് തലച്ചോറിൻ്റെ അടുത്ത്. ഈ ഇട്ട് കൂട്ടിയതൊന്നും പോരാണ്ട് വീണ്ടും പുട്ടിയടിക്കുമ്പോൾ കുറേ ഇട്ടിട്ട് ഇതേ പല്ലിളിച്ചുകൊണ്ട് നിൽക്കണയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോണത്. ഇനിയെങ്കിലും ഞാനൊന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ ദേ ഈ ഒരു കുഞ്ഞി കമ്മലാണ് കേട്ടോ നമ്മൾ ഇടാൻ പോണത്. അങ്ങനെ നമ്മൾ കമ്മലൊക്കെ ഇട്ടു. പൊതുവേ ഇങ്ങനെ തൂക്കക്കമ്മലുകൾ ഇടവ് കുറവാണ്. നമ്മളിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഉടുപ്പുകൾ ഇടുമ്പോഴാണ് കൂടുതലായിട്ടും ഇടാറുള്ളത്. 3-4 കമ്മലുകളാണ് ആകെ ഉള്ളൂ. ബാക്കിയെല്ലാം ഉള്ളത് കുഞ്ഞു സ്റ്റഡുകളാണ്. എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കമ്മലിടുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഈ വലിയ താലിമാലയും ഈ ഒരു കമ്മലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് എപ്പോഴും പോകാറ്. പിന്നെ കുറേ ചന്ദനക്കുറി ഉണ്ടാവും നെറ്റിയിൽ. ഒന്നും പോരാത്തതിന് കുറേ വലിയൊരു സിന്ദൂരവും കൂടി ഇട്ടിട്ടുണ്ടാവും. ഈ വലിയ മാല ഇടുന്നതിനെക്കുറിച്ച് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. മാല ഇടുക, സിന്ദൂരം തൊടുക, കുലസ്ത്രീയായി ഇങ്ങനെ അരിഞ്ഞൊരുങ്ങി പോണതിനെക്കുറിച്ച്. എപ്പോഴും കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ പൊക്കി കെട്ടി വന്നിട്ട് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ അവരെ പിഴിച്ചിരിക്കുന്നതാണ് അവൾ പറയണത്. ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുലസ്ത്രീ ആവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മാലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് അരിഞ്ഞുണങ്ങി എല്ലാം ശരിയായെന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് മുടിയും കൂടി കെട്ടാനുണ്ട്. ഇനി റെഡി ആയിക്കൊണ്ടിരുന്ന പഴയ പോലെ 9:30-10 മണിയൊക്കെ ആകുമ്പോഴാണ് പോകാൻ പറ്റുള്ളൂ എന്ന് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പോൾ റെഡിയാവുമെന്ന്. പക്ഷെ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടില്ല. മുടി നമ്മൾ കുളിച്ചപ്പോൾ തന്നെ കെട്ടി വെച്ചേക്കായിരുന്നു. അപ്പോൾ അഴിച്ചപ്പോഴാണ് കുറച്ചധികം വെള്ളം മുടിയിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്നും മുടി ഒന്നും കൂടി തുറത്താമെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മുമ്പ് ചുമ്മാ ഒന്നും കൂടി മുഖമൊക്കെ ഒന്ന് തുടച്ച് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുടിയൊക്കെ ഒന്നും കൂടി അങ്ങ് തോർത്തി. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും ഉണങ്ങാൻ പോലെ. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നൂഡിൽസ് പോലെ ഇങ്ങനെ ചുരുണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഒന്നാമത്തെ മുടി നനഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങനെ ഏറി കഴിഞ്ഞ് ചീപ്പിൻ്റെ പല്ലൊടിഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് വെറുതെ കൈ കൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ നേരെ മുടി ഒന്ന് കോതി എടുത്തിട്ട് നടുക്കുന്നൊരു പകച്ചിൽ കൈ കൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴും മുടിയിൽ ജടയുണ്ട്. അതൊന്നും നിവർത്താൻ നമ്മൾ നിന്നില്ല. കാരണം നമുക്ക് മടിയാണല്ലോ. സമയം മെനക്കെടുത്തത് നമുക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തായാലും ഇപ്പോൾ വൈകിയല്ലോ എന്ന് വിചാരിച്ച് പിന്നീടാവാമെന്ന് കരുതി മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ 4 ആൾക്കാർ കാണുന്ന പോർഷനാണല്ലേ എന്ന് വിചാരിച്ച് അത് കുറച്ചെടുത്തൊന്ന് ഒതുക്കിയിട്ടു. അങ്ങനെ മുടിയൊക്കെ കോതിയിട്ട് നമ്മൾ ഒരുവിധം ഒരുങ്ങി ഇറങ്ങാറായി എന്ന് പറയാം. പിന്നെ ഞാൻ അമാന്തിച്ച് ഇങ്ങനെ വെറുതെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയല്ല പോകണ്ടേ ഇന്നാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ വന്നു ഞാൻ പറയുന്നുണ്ട്. പക്ഷെ പോകാൻ എനിക്ക് പറ്റണില്ല ഇവിടുന്ന്. പക്ഷെ ചില സമയങ്ങൾ ആളെന്നെ ഇങ്ങനെ പോസ്റ്റാക്കി നിർത്താറുണ്ട് പല സ്ഥലത്തും. ഏതെങ്കിലും കൂട്ടുകാർക്കുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷനും കഴിഞ്ഞ് അവിടുന്ന് പാത്രവും കഴുകിച്ച് ആൾക്കാർ തിന്നിട്ട് കഴിയുമ്പോഴായിരിക്കും എന്തായെന്നും ചോദിച്ചു വന്നത്. അത്രയൊന്നും എന്തായാലും ഞാൻ പോസ്റ്റാക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിനൊന്നും അല്ല പോണേ, ഒന്ന് പോകണം, തൊഴണം, വരണം, അത്രേ ഉള്ളൂ. അതിന് മാത്രം ഒരുക്കമൊന്നും ഒരുക്കണ്ടെന്ന് പറയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതേ ഇറങ്ങാണെന്ന് 2-3 തവണ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഇത് ഇറങ്ങി ചെല്ലണില്ല. അതുകൊണ്ട് ഇനി പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് മറന്നല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പിന്നെയും നിൽക്കുകയാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയണേന്ന് എനിക്ക് മനസ്സിലാവണ്ടാണ്. ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആൾ ഫോണും കണ്ടുകൊണ്ട് വെറുതെ കട്ടിലിൽ കിടക്കുകയാണ്. ആൾ കുളിച്ച് റെഡിയായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ശരി, അത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. പിന്നെ ബോൾ നമ്മുടെ കയ്യിലാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു 10-15 മിനിറ്റും കൂടി ഞാൻ നോക്കും. അത് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ ഞാൻ നേരെ പോട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ പോയി സിന്ദൂരം ഇടാൻ പോയി. ഇപ്പോഴും ഞാനെല്ലാം ഒരുക്കവും കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല.
പക്ഷെ അത് നമ്മൾ അറിയിക്കരുത്. നമ്മളിപ്പോഴും റെഡിയായി നിൽക്കാമെന്ന് വേണം അറിയിക്കാനായിട്ട്. അപ്പോൾ ആൾ പറയണു എനിക്ക് 10 മിനിറ്റൊന്നും വേണ്ട, ഞാൻ കുളിച്ച് കഴിഞ്ഞതാണ്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കി നിന്നാൽ ഞാൻ വേഗം റെഡിയാവും, ഞാൻ റെഡി ചെയ്യുമ്പോഴത്തേക്കും നീ വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകില്ലാന്ന്. പിന്നെയും തേഞ്ഞല്ലോ എൻ്റെ തൃപ്പങ്കോട്ട് ഭഗവതിയേന്ന് ഓർത്തങ്ങോട്ട് റെഡിയായി. എന്നാലും പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം നിൽക്കുകയാണ്. അമാന്തിച്ച് ഇനി എനിക്ക് തോന്നുന്നു 2 തെറി കേട്ടാലായിരിക്കും ഞാൻ ഇറങ്ങുള്ളൂ എന്ന്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കണ്ണിലെ കൺപീലിക്ക് മാത്രം ഇച്ചിരി കട്ടി കൂടുതൽ. ഒരൊറ്റ കൈ പ്രയോഗം എന്ന പോലെ അവസാനത്തെ ഒരു ടച്ചപ്പായിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കണ്ണിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു കൺപീലിയിൽ മാത്രം എഴുതുമ്പോൾ മറ്റേതിന് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചാൽ അതിലും കൂടി എഴുതി കൊടുത്തു. ഇനിയിപ്പം നിൽക്കാനും നോക്കാനും ഒന്നും സമയമില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൾ കണ്ണാടയും എല്ലാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ താക്കോൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താക്കോൽ എടുക്കല്ലേ എന്ന് വെച്ചപ്പോൾ എന്നോട് എടുത്തുകൊണ്ട് പോരെയെന്ന്. അതായത് ആൾ റെഡിയായി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സാരം. ഒരു 2 മിനിറ്റും കൂടി ഞാൻ പിന്നെ തട്ടിയും തടഞ്ഞും കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ചുമ്മാ നിന്നതാണ്. പിന്നെ ഞാൻ നിങ്ങളോട് ഭയം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്നാൽ വരണ്ട ഇവിടെ തന്നെ നിന്നോളാം. ഞാൻ പറഞ്ഞു ദേ വന്നു എന്ന്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പ്ലെയിൻ പോണ കണ്ടു. പിന്നെ അധികം നേരമൊന്നും നോക്കി നിന്നില്ല, ജസ്റ്റ് ഒന്ന് നിന്നൊന്ന് ഫോട്ടോ എടുത്ത് നോക്കി. നമ്മുടെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ അടുത്ത് കാണാമായിരുന്നു. പിന്നെ നേരെ ചാടി ഓടിപ്പോയി വണ്ടിയിൽ കയറി. അപ്പോൾ ഇങ്ങനെ 1ഉം 2ഉം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1ഉം 2ഉം 3ഉം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വഴക്കാവും. അങ്ങനെയാണ് പോകുമ്പോൾ നല്ല സ്നേഹത്തോടെ തിരിച്ചു വരുമ്പോൾ നല്ല വഴക്കായിരിക്കും. പിന്നെ നേരെ അമ്പലത്തിലെത്തി. പിന്നെ നമുക്ക് മുടിയുടെ തുമ്പൊന്ന് കെട്ടണമായിരുന്നു. പണ്ടൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു അപ്പൂപ്പനാണ് പറഞ്ഞത്. അങ്ങനെ മുടിയുടെ തുമ്പൊക്കെ ഒന്ന് കെട്ടി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. ഇത് നിങ്ങളെ കൊഞ്ചലും കുത്തിയതല്ല, വിഷമിക്കണ്ട. ഫോണിൽ കുറച്ച് അടുത്ത് നോക്കിയപ്പോഴാണ് ലിപ്സ്റ്റിക്ക് ഇച്ചിരി കൂടുതലാണെന്ന് മനസ്സിലായത്. ഇത് മൊത്തം ഞാൻ ഈ ദോശ തിന്നുമ്പോഴത്തേക്കും എൻ്റെ വായിലേക്കല്ലേ പോണേന്ന് ഓർത്തൊന്ന് സ്തബ്ധമായി നിന്നതാണ് ഞാൻ. പക്ഷേ ഈ ദോശ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മളെപ്പോഴും കഴിക്കാറുള്ള സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ നമുക്ക് വേറെ 1-2 സ്ഥലത്തും കൂടി പോകണ്ടായപ്പോൾ പിന്നെ നേരെ ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്. ചായ കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ മസാല ദോശയൊക്കെ ഞാൻ എപ്പോഴും കഴിക്കണമായിരുന്നു. ആ ക്രിസ്പി ആയിട്ടുള്ള അരികു മാത്രം ഞാൻ കുറച്ച് തിന്നു. ചേട്ടനും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് പണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ബിരിയാണി വാങ്ങിയിട്ടൊന്ന് ഫ്ലോപ്പായി പോയ സ്ഥലമായിരുന്നു എന്ന്. പിന്നെ അതൊന്ന് പറഞ്ഞപ്പോൾ എന്നെ 2 ആട്ടാട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒന്നും പറയണ്ട, നേരെ പൈസയും കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. പിന്നെ നേരെ നമ്മുടെ നാച്ചിമുത്തിനെ കണ്ടു. അപ്പോൾ നാച്ചിമുത്തിനോട് കുറേ നേരം സംസാരിച്ച് നാച്ചിമുത്ത് ഉമ്മയൊക്കെ തന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രതിലേക്ക് വിഷമമായി, രതിയുടെ ഫോണിലേക്ക് വിളിച്ചില്ല എന്നും പറഞ്ഞു. പിന്നെ നേരെ താഴത്തേക്ക് ഇറങ്ങി വന്ന് രതിലേനോടും കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ നേരെ ഈ ഒരു കടയിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങളാണെങ്കിൽ ഇടയ്ക്ക് കടയിൽ നിന്ന് ചായ മേടിക്കാനൊക്കെ പോണ സമയമാകുമ്പോൾ ഈ കടയിൽ കയറി ഇടയ്ക്കിടയ്ക്ക് ഈ പുല്ലിൻ്റെ അല്ലാണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ വിലയൊക്കെ ചുമ്മാ ചോദിക്കും. പക്ഷെ ഒന്നും അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങാം. ഇനിയിപ്പോൾ എപ്പോഴാണ് വരാൻ പറ്റാമെന്ന് ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പക്ഷേ ഇതിൻ്റെ വില കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് മൊത്തം ആ ഫ്ലോറിൽ ഷീറ്റ് വിരിച്ചതിൻ്റെ പാതി പൈസ ആയിട്ടുണ്ട് ഇതിന്. പക്ഷേ അത് 5 കൊല്ലം മുമ്പാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് സമാധാനിച്ചു. എന്തായാലും ഇപ്പോൾ ടൈലൊന്നും ഇടാൻ പോകില്ല, അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് കരുതി അങ്ങ് വെട്ടിക്കോളാൻ പറഞ്ഞു. പൈസ ഇല്ലാണ്ട് ഇങ്ങനെ പെട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇതുപോലത്തെ ഓരോരോ ഐഡിയകളും ത്വരയും വരുന്നത്. പൈസ ഉള്ളപ്പോൾ ഞാൻ കുറേ തിന്നും മുടിച്ചു ഇങ്ങനെ കളയും. എന്തായാലും ഇനിയിപ്പോൾ മുറിച്ചു മേടിക്കാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ ബാക്കിയുള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത അളവും ശരിയായിരുന്നു, പുള്ളി മുറിച്ച അളവും ശരിയായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത അളവ് അത് മാത്രം ശരിയല്ലായിരുന്നു. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ ഈ കട തുടങ്ങിയിട്ട് ഒരുപാടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഇറങ്ങി കുറേ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് നോക്കിയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ഈ ഊതിൻ്റെ അത്തറിൻ്റെ ഒക്കെ ഒരു എന്തുട്ടാണ്, കുപ്പിയാണോ എന്തെങ്കിലും ചെപ്പാണോ അങ്ങനെ കുറേയൊക്കെ തോന്നി. പക്ഷേ നമ്മുടെ കർട്ടൻ്റെ ഇട്ടുന്ന ഒരു സാധനമായിരുന്നു അത്. പിന്നെ അപ്പുറം കണ്ട നമ്മുടെ നട്ട്സ് കടയുണ്ടല്ലോ, അവിടെ കയറി കുറച്ച് നട്ട്സൊക്കെ അങ്ങോട്ട് മേടിച്ചു. പിന്നെ അവിടുത്തെ ചേട്ടനോടും കുറച്ച് നേരം അങ്ങോട്ട് വർത്താനം പറഞ്ഞു. പിന്നെ ദേ ഈ സംഭവം എടുത്ത് നമ്മളിത് എങ്ങനെ കൊണ്ടുപോകും മല്ലയ്യാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫ്രണ്ടിൽ വെച്ചാലോ എന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ വിചാരിച്ചൊന്ന് സൈഡിൽ വെക്കാം, അതിനൊന്നും വേണ്ട, എന്തായാലും പിടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കഞ്ഞിക്കടയിലെ ചേട്ടൻ വന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിയൊക്കെ മേടിക്കുന്ന കടയാണ് കേട്ടോ. കഞ്ഞിയും പിന്നെ കൊഴുവ് വറുത്തത്, പപ്പടം, അച്ചാർ, ചമ്മന്തി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയാണ്. അപ്പോൾ ആ ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ദേ നേരെ വണ്ടി കയറി. പക്ഷേ ഈ സംഭവം ഇപ്പുറത്ത് വെച്ചാൽ ഇത്രയും വെയിലടിക്കില്ലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണല്ലോ. ഇനി ഇതും കൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് ഇറങ്ങി. അതാണെന്ന് ഇവിടെ കുറച്ചധികം പച്ചക്കറികൾ മേടിക്കാനുണ്ടായി. ഒരു 2-3 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ചേട്ടാ തക്കാളി, ചേട്ടാ പച്ചമുളക് എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അത് തിരിഞ്ഞ് നോക്കാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ തന്നെ എല്ലാ സാധനങ്ങളും കൊടുക്കണം. പക്ഷേ അതിൻ്റെ കണക്ക് കൂട്ടാനും പൈസ മേടിക്കാനും അവിടെ ആളുണ്ട്. ഞാനാണെങ്കിൽ കൂട്ടത്തിൽ മോശപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് നോക്കി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ആ കഴിവ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. പിന്നെ ആവശ്യമുള്ള കുറച്ചധികം സാധനങ്ങൾ അങ്ങനെ എടുത്തു. കുറച്ച് തക്കാളി, അതുപോലെ തന്നെ കോണൊന്നും നോക്കി പക്ഷേ എടുത്തില്ല. രസക്കൂട്ട്, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കുറച്ചധികം അങ്ങോട്ട് പറക്കിയിട്ടു. നല്ല വെയിലായതുകൊണ്ട് ഈ ക്യാരറ്റിൻ്റെയും വഴുതനങ്ങയുടെ ഒക്കെ മുകളിൽ ഒരു ചാക്ക് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പപ്പടവും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ പിന്നെയും നടന്നങ്ങോട്ട് പറക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പയറും ക്യാബേജും ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അല്ലെങ്കിൽ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു, ഉള്ളത് മതിയല്ലോ എന്ന് ഓർത്ത് എല്ലാം അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്ത് വറുക്കി ബേസലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോഴത്തേക്കും കണക്ക് കൂട്ടുന്ന ചേട്ടൻ വന്നു. പിന്നെ ഓരോ സാധനങ്ങളും ബേസണിലേക്ക് പറക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയാണെങ്കിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം തീരാറാകുമ്പോഴല്ലേ വേറെ എന്തെങ്കിലും മേടിക്കണമെന്നൊന്ന് ആലോചിച്ച് വരുന്നത്. പിന്നെ കുറച്ച് സവാളയും കൂടി മേടിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സവാളയും കൂടി തിരഞ്ഞെടുത്തു. പിന്നെ ഇത് ഈ കുഞ്ഞി ക്യാബേജ് ഉണ്ടോ ഇതിനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും മേടിച്ച് വീട്ടിൽ വന്ന് നമ്മൾ ഇച്ചിരി ക്ഷീണിതരായിപ്പോയി. ഇന്ന് നമ്മുടെ വെജ് ഡേ ആണ്. അപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.